ലോക ഐക്യരാഷ്ട്രസഭയുടെ അത്യുന്നതന്മാരോട് ചോദിച്ചാൽ ഇത് തന്നെയായിരിക്കും മറുപടി. എന്നാൽ നിങ്ങൾക്കറിയോ, ഇവിടെ കേരളത്തിൽ അറിയപ്പെട്ട വലിയ വലിയ സാദാത്യങ്ങൾ, മഹാനായ ബദറുസ് സാദാത്ത് ഖലീൽ തങ്ങൾ, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടും പുറത്തും ഈ മജ്ലിസിലും ഇതിന്റെ ചുറ്റുപാടും ഈ വേദിയിലുമൊക്കെ ഒരുപാട് സാദാത്യങ്ങൾ വന്നിട്ടുണ്ടാകാം. അവരോട് ചോദിച്ചാൽ അവരുടെ ഉപ്പാപ്പ മുതൽ 41 42 ഉപ്പാപ്പമാരുടെ പേര് കൃത്യമായിട്ട് അവർക്ക് പറയാൻ കഴിയും. ഇനി നിങ്ങൾ നോക്കി, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം എടുത്തു പരിശോധിച്ചാൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ ചെറിയ മക്കൾ, 10 വയസ്സുള്ള 11 വയസ്സുള്ള മക്കൾ, റസൂലുള്ളാഹിന്റെ 20 ഉപ്പാപ്പമാർ എന്ന് പറഞ്ഞാൽ 1500 വർഷം മുമ്പ് ജനിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ഉപ്പാപ്പമാരുടെ പേര്, ഒരു ഉപ്പാപ്പയുടെ പേര് പോലും തെറ്റാത്ത രൂപത്തിൽ പാടാനും പറയാനും കഴിയും. 20 ഉമ്മാമ്മമാരുടെ പേര്, ഒരാളുടെ പേര് പോലും തെറ്റാത്ത രൂപത്തിൽ പാടാനും പറയാനും കഴിയും. 1500 വർഷങ്ങൾക്കപ്പുറം ജനിച്ച മുത്തു റസൂലുള്ളാഹ്, അവിടുന്ന് ജനിക്കുന്നതിന്റെ മുമ്പുള്ള 20 ഉപ്പാപ്പമാർ, അവിടുന്ന് ജനിച്ച് ഇവിടേക്കുള്ള 40 തലമുറക്കപ്പുറമുള്ള പേരക്കുട്ടികൾ, അവരുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തിയെങ്കിൽ ഇത്രമാത്രം പാരമ്പര്യമുള്ള ഒരു തറവാട്, ഇത്രമാത്രം മഹിതമായ മൂല്യമുള്ള ഒരു പാരമ്പര്യം ലോകത്ത് ജനിച്ച ഒരു മനുഷ്യന് നമുക്ക് കാണിക്കാൻ കഴിയില്ല. അതാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് കാർലിൻ പറയാണ്, ഞാൻ പഠിച്ചു, അവിടുത്തെ ചെരുപ്പിനെ കുറിച്ച് പഠിച്ചു, അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും കുറിച്ച് പഠിച്ചു. അവസാനം അവിടുന്ന് ഈ ലോകത്തേക്ക് വിടവാങ്ങുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയിൽ എത്ര രോമം നരച്ചു എന്ന് പോലും അവിടുത്തെ അനുചരന്മാർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. Every event of whose life was we carefully recorded and minor core details മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ ഏറ്റവും ചെറിയ ഡീറ്റെയിൽസ് വരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു നേതാവ് ലോകത്ത് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. അത്രമാത്രം കൃത്യമായി പഠനം നടത്താൻ പറ്റിയ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കില്ല, ഇനി വരാനില്ല. അത്രമാത്രം കൃത്യമായി ചരിത്രം രേഖപ്പെട്ട നേതാവാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിയെ കുറിച്ച് നമ്മൾ നന്നായി പഠിക്കണം. പുതിയ കാലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമൂഹത്തിൽ വികൃതമായി ചിത്രീകരിക്കുവാനുള്ള ഹിഡൻ അജണ്ടകളുമായി ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ റബീഉൽ അവ്വലിലാണ് നമ്മൾ കണ്ടത് ഇന്ത്യ രാജ്യത്തെ യുപിയിലെ ഒരു കുഗ്രാമത്തിൽ ഉയർത്തിക്കെട്ടിയ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ബാനറിൽ നിന്നും ഉയർന്നു പൊന്തിയ മഹബ്ബത്തിന്റെ അലയൊലികൾ ലോകം മുഴുവനും ഇന്ന് നിലക്കാതെ അലടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തു റസൂലുള്ളാഹിനെ കുറിച്ചൊരു ബാനർ എഴുതുമ്പോഴേക്ക് ഈ രാജ്യത്ത് പലരും അസ്വസ്ഥരാകുന്നുവെങ്കിൽ, ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ഹിജാബ് ധരിക്കുമ്പോഴേക്ക് ഈ നാട്ടിലെ പല ആളുകൾക്കും വിഭ്രമം സംഭവിക്കുന്നുവെങ്കിൽ, എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ ഒക്കെ അകപ്പൊരുൾ? പല ആളുകളുടെയും ചിന്താമണ്ഡലങ്ങളിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന വലിയ വിപ്ലവമായി ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് പഠിപ്പിച്ച ഉന്നതമായ സംസ്കാരവും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഹിജാബ് വിവാദം, ഐ ലവ് മുഹമ്മദ് വിവാദം, ഈ രൂപത്തിൽ ഒരു സമൂഹത്തെ മുഴുവനും തച്ചുടച്ച് ഇല്ലായ്മ ചെയ്യുവാനുള്ള കുടില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സവർണ ഫാസിസം, ഇവിടുത്തെ സൈനിക ശക്തികൾ. നമുക്കറിയാം, ഇപ്പോ ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് ലോകം മുഴുക്കയും ഹുങ്കാരം മുടക്കി ഒരു പാവപ്പെട്ട ജനതയെ വീണ്ടും വീണ്ടും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ ഒരു ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഗസയെ കുറിച്ച് പഠിക്കുമ്പോ, ഫലസ്തീനെ കുറിച്ച് പഠിക്കുമ്പോ 3000-ലധികം വർഷത്തിന്റെ ചരിത്രം നമുക്ക് അവിടെ നിന്ന് വായിക്കാൻ കഴിയും. അവിടെയും റസൂലുള്ള പഠിപ്പിച്ച മധ്യമ നിലപാട് സയ്യിദുൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും.
പരിശുദ്ധമായ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള ഗസ ഉൾപ്പെടെയുള്ള ആ പ്രാന്ത പ്രദേശങ്ങളെ സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിന് വിമോചനം നേടിക്കൊണ്ട് കീഴടക്കിയ സന്ദർഭത്തിലുണ്ടായ ഒരു ചർച്ച നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അന്ന് ഫലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഭരിക്കുന്നത് ക്രൈസ്തവ മെത്രോപോലിത്തമാരാണ്. അവർക്കിടയിലേക്ക് സയ്യിദുന ഉമറുൽ ഫാറൂഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദിന്റെ അമരധ്വനി ഉയർത്തിക്കൊണ്ട് പരിശുദ്ധമായ ദഅവത്തിന്റെ വലിയ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അന്ന് ഫലസ്തീൻ ഭരിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവ സഹോദരന്മാർ, അവിടത്തെ അപ്പോസ്തലന്മാർ, അവിടത്തെ ക്രൈസ്തവ പുരോഹിതന്മാർ സയ്യിദുന ഉമറുൽ ഫാറൂഖിന് നൽകിയ വരവേൽപ്പ് അന്ന് നമുക്കറിയാം. ഒരു ചർച്ചിന്റെ ചാരത്ത് വെച്ചാണ് ആ നാടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. ആ സമയത്ത് അസറിന്റെ ബാങ്കിന്റെ സമയമാവുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവരോട് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. പുതിയ ലോകത്തെ കാലം മനസ്സിലാക്കേണ്ട ഒരുപാട് വലിയ സന്ദേശങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ കാണാം, ആ രാജ്യം മുഴുവനും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കീഴിലായതിന്റെ കരാറൊപ്പിടുന്ന വേദി. ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അവിടെയുള്ള ക്രൈസ്തവ മെത്രോപോലിത്തമാർ പറഞ്ഞു, ഞങ്ങൾ ഈ പള്ളിയുടെ ഈ കനീസയുടെ ചാരത്ത് അങ്ങേക്ക് നമസ്കരിക്കുവാനുള്ള സൗകര്യം ഒരുക്കി തരാം, അങ്ങക്ക് വേണ്ടിയുള്ള പരവതാനി വിരിച്ചു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സന്ദർഭത്തിൽ ആ പള്ളിയിൽ നിന്ന്, ആ കുരിശു വെച്ച പള്ളിയിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരോട് പറയുകയാണ്, ഞാൻ ഇന്നിവിടെ നിസ്കരിച്ചതിന്റെ പേരിൽ നാളെ ഒരുപക്ഷെ ഇതൊരു ഇസ്ലാമിക രാജ്യമാകാം. അക്കാലഘട്ടത്തിൽ ഇതിന്റെ അവകാശവാദവുമായി നിങ്ങളുടെ ആരാധനാലയത്തെ കയ്യേറാൻ എന്റെ അനുചരന്മാരിൽ അല്ലെങ്കിൽ ഇസ്ലാം മനസ്സിലാക്കിയ ആളുകളിൽ ആരെങ്കിലും തയ്യാറായാൽ അതിനെ പോലും ഉമർ വെറുക്കുന്നു എന്ന ഏറ്റവും കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ച മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ്. ആ ഫലസ്തീനിന്റെ മണ്ണിൽ ഇന്ന് കൊടും ക്രൂരതയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഗസയിലെ പാവപ്പെട്ട ആളുകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 3000 വർഷത്തിലധികം പഴക്കമുണ്ട് ഫലസ്തീന്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പാരമ്പര്യം 1948 മെയ് മാസം 13-ാം തീയതി സ്ഥാപിക്കപ്പെട്ട 70 കൊല്ലത്തിന്റെ പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിനു വേണ്ടി ഒരു സമൂഹത്തെ നിരന്തരമായി വേട്ടയാടുമ്പോ എത്ര മക്കളെയാണ് അവിടെ വലിച്ചു കീറിയത്, മൃഗീയമായി കൊന്നൊടുക്കിയത്, എത്ര ഗർഭിണികളാണ് പൊട്ടിത്തെറിച്ച് മരിച്ചത്. ഇന്നും നമുക്കറിയാം, കരാറിന്റെ പിറ്റേ ദിവസവും ഒരു കുടുംബത്തിലെ 12 ആളുകളെയാണ് മൃഗീയമായി വേട്ടയാടി കൊലപ്പെടുത്തിയത്. നിങ്ങൾ നോക്ക്, ഗസയുടെ മണ്ണിൽ 2 കൊല്ലത്തെ നിരന്തരമായ പോരാട്ടങ്ങൾ നടക്കുമ്പോഴും ആ ഗസ എന്ന് പറയുന്ന ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഈ തൃശൂർ ജില്ലയുടെ പകുതിയോളം വലിപ്പമുള്ള ആ പ്രദേശത്ത് നിന്ന് ഇതുവരെയും ഒരു മീഡിയയും ഒരു ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ വായിച്ചോ? ഒരു തൂങ്ങി ചത്തത്, ഒരു തൂങ്ങി മരിച്ചത്, ഒരു കുടുംബം വിഷം കഴിച്ചു മരിച്ചത്, അവരുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു, ബിസിനസും കച്ചവടവും മുഴുവനും തകർത്ത് തരിപ്പണമാക്കി. 2ാം ലോക മഹായുദ്ധത്തിൽ വൻകിട രാജ്യങ്ങളെ നശിപ്പിക്കുവാൻ സാമ്രാജ്യത്വ ശക്തികൾ വാരി വിതറിയ അത്യുഗ്രൻ സ്ഫോടക വസ്തുക്കളുടെ 10 മടങ്ങ് ശക്തിയുള്ള വലിയ വലിയ സ്ഫോടക വസ്തുക്കൾ സംഹാരമാടുമ്പോഴും അവരവരുടെ വീടുകളിൽ നിന്നും സ്വന്തം മക്കളെ നെഞ്ചകം ചേർത്തൊടുകയാണ്. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന വലിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അല്ലേ നമ്മൾ പത്രത്തിൽ വായിച്ചു, അൽ ജസീറയിൽ കണ്ടു, ഒരു മകന്റെ കൈ പകുതി പോയി, ഒരു മോളുടെ അരക്ക് കീഴ്പോട്ട് ചതറിപ്പോയി, ഒരു പെറ്റുമ്മ 2 മക്കളെയും ചോരയിൽ കുളിച്ച 2 മക്കളെയും തന്റെ പർദ്ദയിലേക്ക് കയറ്റിയിരുത്തിട്ട് അവരോട് നെഞ്ചകമുയർത്തി നെഞ്ചകം ചേർത്ത് വെച്ചിട്ട് കാതിൽ മന്ത്രിക്കുന്ന മന്ത്രം ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുവിനേക്കാൾ അപ്പുറം ഒരു സഹായിയില്ല, ഒരുത്തന്റെ മുന്നിലും ഞങ്ങൾ കീഴടങ്ങില്ല എന്ന ആർജവം, എന്ന ഊർജം അവർക്ക് സമ്മാനിച്ചത് അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായ വിശ്വാസമാണ്. നിങ്ങൾ നോക്ക്, ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ വലിയ വലിയ പള്ളികൾ മുഴുവനും തകർത്ത് തെരിപ്പണമാക്കി
പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 12ന്റെ സുബഹിക്ക് ഉരുളണിഞ്ഞ തകർന്ന് തരിപ്പണമായ ഗസയിലെ കോൺക്രീറ്റ് കൂരകൾക്കിടയിൽ ചെറിയ പാരൂസ് വിളക്കുകളിൽ ആ മക്കളിതാ തിരുനാളം കത്തിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പാടുന്ന